തുർക്കിയിലെ പ്രശസ്തമായ സ്കീ റിസോർട്ടായ കാർട്ടാൽകൈയിലെ ഗ്രാൻഡ് കാർട്ടാൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 66 പേർ മരിച്ചു. 51 പേർക്ക് പരിക്കേറ്റുവെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന് തുർക്കി ആഭ്യന്തരമന്ത്രി അറിയിച്ചിട്ടുണ്ട്. തലസ്ഥാനമായ അങ്കാറയിൽ 110 കിലോമീറ്റർ അകലെയുള്ള ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിന്റെ കാരണങ്ങൾ വ്യക്തമല്ല. 238 പേരാണ് ആ സമയം ഹോട്ടലിലുണ്ടായിരുന്നത്. അഗ്നിശമന സേനയുടെ 30 വാഹനങ്ങളും 28 ആംബുലൻസുകളും സംഭവസ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമാണ്. ശക്തമായ കാറ്റ് അഗ്നിശമന പ്രവർത്തനങ്ങൾ കൂടുതൽ ദുഷ്കരമാക്കുന്നുണ്ട്. ഹോട്ടലിന്റെ മുൻഭാഗം മരം കൊണ്ട് നിർമ്മിച്ചതായതിനാൽ തീ പെട്ടെന്ന് പടർന്നു പിടിക്കാൻ കാരണമായി. കനത്ത പുക കാരണം എമർജൻസി എക്സിറ്റിലേക്കുള്ള പടികൾ കണ്ടെത്താനും ബുദ്ധിമുട്ടുണ്ടായി. ഹോട്ടലിന്റെ ഭൂരിഭാഗവും കത്തിനശിച്ചിട്ടുണ്ട്. ബലു പ്രവിശ്യയിലെ കാർട്ടാൽകായ് സ്കീ റിസോർട്ട് പ്രദേശവാസികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ഹോട്ടലിലുണ്ടായിരുന്നവർ കയറുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചതായി ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. തീ പടരുന്നത് കണ്ട് ഹോട്ടലിൽ നിന്ന് ചാടിയവരിൽ ഏതാനും പേർ മരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. വിവരം അറിഞ്ഞ് നിരവധി മന്ത്രിമാർ ഉൾപ്പെടെ സ്ഥലത്തെത്തി. തീ നിയന്ത്രണ വിധേയമാക്കിയതായാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ബലു പ്രവിശ്യയിലെ 12 നിലകളുള്ള ഹോട്ടലിന്റെ റെസ്റ്റോറന്റിൽ ഇന്ത്യൻ സമയം ഏകദേശം പുലർച്ചെ 7 മണിക്കാണ് അപകടമുണ്ടായത്. തീ പെട്ടെന്ന് കെട്ടിടത്തിലേക്ക് പടർന്നു പിടിക്കുകയായിരുന്നു. തീപിടുത്തത്തിന്റെ കാരണം അധികൃതർ അന്വേഷിച്ചു വരികയാണ്. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ 2 പേർ കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ചതായി ബലു ഗവർണർ അറിയിച്ചിട്ടുണ്ട്. മറ്റു പലരും ഷീറ്റുകളും പുതപ്പുകളും കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക കയറുകൾ ഉപയോഗിച്ച് അവരുടെ മുറികളിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കെട്ടിടം തകരാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പും നൽകി. തീപിടുത്തമുണ്ടായപ്പോൾ ഹോട്ടലിൽ ഫയർ അലാം മുഴങ്ങിയില്ലെന്നും സ്മോക്ക് ഡിറ്റക്ടറുകൾ പ്രവർത്തിച്ചില്ലെന്നും ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടവർ പറയുന്നുണ്ട്. ഇസ്താംബുളിൽ നിന്ന് ഏകദേശം 300 കിലോമീറ്റർ കിഴക്കുള്ള കൊറോഗ്യു പർവ്വതനിരകളിൽ വിനോദസഞ്ചാരത്തിന്റെ കാലഘട്ടമായ തുർക്കിയിൽ സ്കൂൾ സെമസ്റ്റർ ഇടവേളയിലാണ് ദുരന്തമുണ്ടായിരിക്കുന്നത്. മുൻകരുതലെന്ന നിലയിൽ സമീപത്തെ ഹോട്ടലുകൾ ഒഴിപ്പിക്കുകയും അതിഥികളെ ബൊലുവിലുള്ള മറ്റ് താമസ സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു.